കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നാം പഠിക്കുന്ന ദൈവകൃപയുടെ ഈ ടോപ്പിക്ക് ഇന്നുകൊണ്ട് പൂർണ്ണമാകുകയാണ്. അതിന്റെ അർത്ഥം കൃപയുടെ പഠനം അവസാനിക്കുന്നു എന്നുള്ള ആശയമല്ല. തൽക്കാലം നാം ഇതിന് വിരാമമിടുകയാണ്. ഏകദേശം ഒരു മാസത്തിലധികമായി ഈ ഒരു വിഷയം എടുത്ത് പഠിക്കുവാൻ, ചിന്തിക്കുവാൻ, ആഴമേറിയ ആത്മീയ സത്യങ്ങൾ നാം കർത്താവിൽ നിന്ന് ചില വെളിപ്പാടുകളായി സ്വീകരിക്കുവാൻ ദൈവം നമുക്ക് അവസരം നൽകി. ഒരിക്കലും ഈ പഠനം വലിയ പൂർണ്ണമായിരുന്നു എന്നൊരു അവകാശവാദമോ അല്ലെങ്കിൽ ദൈവകൃപയെക്കുറിച്ച് എല്ലാ പാഠങ്ങളും നാം പഠിച്ചു കഴിഞ്ഞു എന്നുള്ളൊരു ധാരണയോ എനിക്കില്ല. ഓരോ പ്രഭാതങ്ങളിലും നാം അല്പസമയം വേറിട്ട് ഇപ്രകാരമുള്ള ചില ആത്മീയ സത്യങ്ങൾ പഠിക്കുന്നത് വ്യക്തിപരമായി നമ്മുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹമായി തീർന്നു എന്നുള്ളതിന് ഒട്ടും സംശയമില്ല. ഇന്നത്തെ ഈ പഠനം ഇതിനൊരു കൺക്ലൂഷൻ എന്ന രീതിയിൽ നമുക്ക് വീണ്ടും ചില കാര്യങ്ങൾ വേഗത്തിൽ പഠിക്കുവാൻ ഈ സാവകാശം നമുക്ക് അതിനുവേണ്ടി വിനിയോഗിക്കാം. ദൈവകൃപ എന്നാൽ എന്ത് എന്ന് നാം പഠിച്ചു. യോഗ്യതയില്ലാത്ത നമുക്ക് എന്നല്ല, അയോഗ്യത കൊണ്ട് നിറഞ്ഞ നമുക്ക് കൃപ ലഭിച്ചു. അവിടെയാണ് ദൈവകൃപയുടെ മനോഹരത്വം. യോഗ്യത ഇല്ല എന്ന് മാത്രമല്ല, കണക്കെടുത്താൽ അയോഗ്യത മാത്രമേ ഉള്ളൂ. നമ്മുടെ മേൽ ചൊരിയുന്ന ദൈവകൃപ ദൈവത്തിന്റെ പരമാധികാരത്തിൽ നിന്നുള്ള കൃപയാണ്. അത് ദൈവം നമുക്ക് ദാനമായി തരുന്നതാണ്. ആ ദൈവകൃപ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ ആവശ്യങ്ങൾക്കും മതിയായതാണ്. ദാനമായി തന്നതാണെങ്കിലും ദൈവത്തിന് വളരെയധികം വില കൊടുക്കേണ്ടി വന്നു. തന്റെ പുത്രനെ യാഗമായി കൊടുക്കേണ്ടി വന്നു എന്ന് നാം പഠിച്ചു കഴിഞ്ഞു. അപ്പോസ്തലനായ പൗലോസിന്റെ ജീവിതം എല്ലാം കൊണ്ടും ഒരു അയോഗ്യത നിറഞ്ഞ ജീവിതമായിരുന്നു. എന്നാൽ ദൈവം അതിനെ വീണ്ടെടുത്ത് ലോകത്തിന് മുൻപിൽ നല്ല ഒരു ഷോ പീസ് ആക്കി മാറ്റി. 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൽ താൻ ഇപ്രകാരം പറയുന്നു: ഞാൻ ആകുന്നത് ദൈവകൃപയിലാകുന്നു, ഞാൻ പ്രവർത്തിക്കുന്നു, അതും ഞാനല്ല, എന്നോടുകൂടുള്ള ദൈവകൃപയത്രേ. തന്റെ ജീവിതത്തിന്റെ രൂപാന്തരവും താൻ ആയിരിക്കുന്ന അവസ്ഥയും ഇന്ന് തന്നിൽ കൂടി ദൈവം എന്തെങ്കിലും ചെയ്യുന്നുവെങ്കിൽ അതിനെല്ലാം ദൈവത്തിന്റെ ദാസൻ കൊടുത്തിട്ടുള്ള ഒരു നിർവചനമേ ഉള്ളൂ: എല്ലാം ദൈവകൃപയാണ്. അതുകൊണ്ടാണ് തിമോഥെയോസ് ലേഖനത്തിൽ താൻ ഇപ്രകാരം പറഞ്ഞത്: ആ പാപികളിൽ ഞാൻ ഒന്നാമെന്ന്. കാരണം ന്യായപ്രമാണം അനുസരിക്കുന്ന അനന്യനായിരുന്നു, റോമ പൗരത്വമുള്ളവനായിരുന്നു, 8 നാളിൽ പരിച്ഛേദനയേറ്റവനായിരുന്നു, ന്യായപ്രമാണം സംബന്ധിച്ച പരീക്ഷനായിരുന്നു, സഭയെ ഉപദ്രവിക്കുവാൻ അധികാരപത്രം കയ്യിലുള്ളവനായിരുന്നു, വളരെ നിഷ്ഠൂരനും ഉപദ്രവിയും ദൂഷകനുമായിരുന്ന തന്നെ ഈ ദൈവകൃപ തന്റെ മേൽ വെളിപ്പെട്ട് വന്നപ്പോൾ ലോകത്തിന് മുമ്പിൽ ദൈവത്തിനൊരു ഷോ പീസായി കാണിക്കുവാൻ, ഇത്രമാത്രം ദൈവകൃപയ്ക്ക് ഒരു വ്യക്തി ഉയർത്തുവാൻ കഴിയുമെന്ന്, പീഡകനെ പ്രസംഗിയാക്കി, ഉപദ്രവിയെ ഉപദേഷ്ടാവാക്കി, സഭയെ നശിപ്പിക്കുവാൻ ഇറങ്ങിത്തിരിച്ച ഒരു കൊലപാതകനെ ഒരു അപ്പോസ്തലനാക്കിയും ദൈവകൃപ ഉയർത്തി. ദിസ് ഈസ് വാട്ട് ഗോഡ് ക്യാൻ ഡു. ഇതാണ് പ്രിയമുള്ളൊരു ദൈവത്തിന് ഈ കൃപ മുഖാന്തരം ചെയ്യുവാൻ കഴിയുന്നത്. ദൈവകൃപ നമ്മുടെ ജീവിതത്തിലും എന്ത് ചെയ്യുന്നുവെന്ന് നമ്മൾ ചിന്തിച്ചാൽ, നമ്മുടെ രക്ഷയുടെ ബന്ധത്തിൽ, രക്ഷയോടനുബന്ധിച്ച് ഇപ്പോഴും നമ്മളിൽ ദൈവകൃപ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. നാം ഇവിടെ ചിന്തിക്കുന്നത് ദൈവകൃപ നമ്മുടെ ജീവിതത്തിൽ വരുത്തിയ മാറ്റമാണ്. രക്ഷ എന്നത് തുടർമാനമായിട്ടുള്ള ഒരു കാര്യമാണ്. രക്ഷിക്കപ്പെട്ടതാണോ എന്ന് ഒരാളോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി ഏത് കാലത്തിലാണ് എന്നാണ്. ആർ യു സേവ്ഡ് ഇൻ ദിസ് ടെൻസ്? ഭൂതകാലത്തിൽ ചോദിച്ചാൽ രക്ഷിക്കപ്പെട്ടതാണെന്ന് പറയും. വർത്തമാനകാലത്തിലാണ് ചോദിക്കുന്നതെങ്കിൽ രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് പറയും. ഭാവി കാലത്തുള്ള ബന്ധത്തിലാണ് ചോദിക്കുന്നതെങ്കിൽ രക്ഷിക്കപ്പെടും എന്ന് പറയും. രക്ഷയുടെ അനുഭവം വന്നോ എന്ന് ചോദിച്ചാൽ ത്രികാല അനുഭവത്തിലാണ് ഇത് നമ്മുടെ ജീവിതത്തിൽ പ്രസക്തമാകുന്നത്. കൃപ നമ്മെ രക്ഷിക്കുന്നു, രക്ഷിച്ചുകൊണ്ടിരിക്കുന്നു, ഇനി പൂർണ്ണമായ കൃപ നമ്മെ രക്ഷിക്കും. അതാണ് തീത്തോസ് ലേഖനത്തിൽ നാം പഠിച്ചത്. കൃപ നമ്മെ അഭ്യസിപ്പിക്കുന്നതാണ്. നാം ചിന്തിച്ചു കഴിഞ്ഞ വിഷയം കൃപ നമ്മെ ശിക്ഷിച്ചു വളർത്തുന്നു. പഴയ നിയമത്തിൽ യാക്കോബിന്റെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ നാം പലപ്പോഴും ആ ഭാഗങ്ങൾ വായിക്കുമ്പോൾ ഇങ്ങനൊരു സന്ദേശം നമുക്ക് ലഭിക്കാറുണ്ട്: ദൈവകൃപയുടെ പാഠശാല, സ്കൂൾ ഓഫ് ഗ്രേസ്. അവിടെ യാക്കോബിനെ കടത്തിവിട്ടു. അപ്രകാരം ദൈവമക്കളായ നമ്മെ കടത്തിവിടുന്ന ഒരു വഴിയുണ്ട്. ആ പാഠശാലയുടെ പേര് ദൈവകൃപയുടെ പാഠശാല എന്ന് പറയും. ഈ പാഠശാലയിൽ പഠിക്കുവാൻ താല്പര്യമില്ലാത്ത ആരെയും കർത്താവിന് രക്ഷിക്കുവാൻ സാധ്യമല്ല. ഈ പാഠശാലയിൽ ചേർക്കുന്നതിനും അവിടെ നിരന്തരമായി പഠിക്കുന്നതിനും നാം അവിടെ പല കാര്യങ്ങൾ പരിശീലിപ്പിക്കപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. യാക്കോബിനെ സംബന്ധിച്ച് ലൂസിൽ വെച്ച് തന്റെ ജീവിതത്തിൽ അപ്പന്റെയോ അമ്മയുടെയോ സാന്നിധ്യമില്ലാതെ ഒരു കാട്ടുകല്ല് തലേണിയായിട്ട് വെച്ച് ഉറങ്ങുന്നു. എന്റെ ചിന്ത, സാധുശീലനായവൻ, കൂടാരവാസിയായവൻ, മാതാപിതാക്കളുടെ കൂടെ സന്നദ്ധ സഹചാരിയായി കൂടാരത്തിൽ വസിച്ചവൻ ഇപ്പോൾ ഒറ്റയ്ക്ക് വന്യമൃഗങ്ങളുള്ള ഈ വനാന്തരത്തിൽ ഒരു രാത്രി താൻ ഒറ്റയ്ക്ക് ആ ഏകാന്തതയിൽ അവിടെ ഒരു രാക്കാലം കഴിച്ചു കൂട്ടും. എന്താണ് സംഭവിച്ചത്? അനുഗ്രഹത്തിന് വേണ്ടി ഏശാവെന്ന് യാക്കോബ് എപ്പോൾ പറഞ്ഞോ, ഏശാവ് അന്തി ഉറങ്ങുന്ന വനാന്തരത്തിൽ ഇപ്പോൾ ഏശാവിന്റെ സ്ഥാനത്ത് യാക്കോബായി. കാട്ടുകല്ല് തലേണിയായിട്ട് വെച്ച് ഉറങ്ങിയപ്പോഴും അവിടെയും സ്വർഗം തുറന്നു. സ്വർഗത്തിന് അവനെ വിടുവാൻ മനസ്സില്ല. അവിടെയും താൻ ദിവ്യ ദർശനങ്ങൾ കാണുന്നു, ദൈവസാന്നിധ്യം അനുഭവിക്കുന്നു. ഈ സ്ഥലത്ത് ദൈവം ഉണ്ടെന്ന് താൻ വെളിപ്പെടുത്തുന്നു. ദൈവത്തിന്റെ ദൂതന്മാരുടെ ദർശനം താൻ കാണുന്നു. ദൈവമായി ഒരു ഉടമ്പടി ചെയ്യുന്നു. ദൈവം തന്നോട് ഭാവി കാലത്തുള്ള വാഗ്ദത്തം പറയുന്നു. എന്റെ ചിന്ത, ഈ ലൂസിൽ വെച്ച് യാക്കോബ് ഒറ്റയ്ക്കായിരുന്നപ്പോഴും ദൈവത്തിന് ഇടപെടുവാൻ കഴിയുന്നു. എന്നാൽ ഏകദേശം 20-ലധികം വർഷം ലാബാന്റെ വീട്ടിൽ തന്റെ ഭാര്യമാരോടും ദാസിമാരോടും അങ്ങനെ യാക്കോബിന്റെ കുടുംബാംഗങ്ങളോട് ചേർന്ന് നീണ്ട 20 വർഷങ്ങൾ ലാബാന്റെ വീട്ടിൽ താമസിച്ചപ്പോൾ അവിടെ ഒരു ദൈവശബ്ദം പോലും ഇല്ല. ദൂതന്മാർ ദർശനമില്ല, അരുളപ്പാടുകളില്ല, ദൈവിക സന്ദർശനങ്ങളില്ല, അവിടെ ഒന്നുമില്ല. പ്രിയമുള്ളവരെ,
എന്താണ് സംഭവിച്ചതിന്റെ വ്യത്യാസം? യാക്കോബ് ദൈവികമല്ലാത്ത സ്ഥലത്തെത്തിയപ്പോൾ അവിടെ ദൈവശബ്ദമില്ല, ദൈവിക ഇടപെടലില്ല, അരുളപ്പാടുകളില്ല, ആലോചനയില്ല. ദൈവിക പദ്ധതിയുടെ സ്ഥലത്ത് ഒറ്റയ്ക്കായിരുന്നെങ്കിലും കാട്ടുകല്ലാണ് തലവെച്ചിരിക്കുന്നെങ്കിലും അവിടെ തുറക്കപ്പെട്ട സ്വർഗമുണ്ട്. എന്നാൽ ഏകദേശം 2 ദശകം ഈ സ്വർഗം യാക്കോബിന്റെ മേൽ അടയ്ക്കപ്പെട്ടു. പിന്നെ സൂര്യൻ ഉദിച്ചത് താൻ വീണ്ടും പെനിയേലിൽ വന്നപ്പോഴാണ്. യാവോക്കിൽ താൻ ഒറ്റയ്ക്കായിരുന്നു. നാം ദൈവിക പദ്ധതികളെ തിരിച്ചറിയാതെ പോകരുത് എന്ന് ദൈവാത്മാ നമ്മളോട് പറയുമ്പോൾ യാക്കോബിനെ സംബന്ധിച്ച് താൻ അവിടെ ഒറ്റയ്ക്കായി എല്ലാം അക്കരെ എത്തിച്ചു. അവിടെ ദൈവം നേരിട്ട് യാക്കോബുമായി ഇടപെട്ടു. ഓടിപ്പോകുവാൻ, ഏശാവിനെ തോൽപ്പിച്ചു പോകുവാൻ വന്നതാണ്. ഇപ്പോൾ ഓട്ടവും ഇല്ല, ചാട്ടവും ഇല്ല. കാലിൽ ഉളുക്ക് വന്നു, കാല് മുടന്തിപ്പു, വേഗത കുറഞ്ഞു, സ്പീഡ് ഒട്ടുമേയില്ല. ഇപ്പോൾ തന്റെ ബിസി ഷെഡ്യൂളുകളെല്ലാം അവസാനിച്ചു. കാരണം കാലിന്റെ നിയന്ത്രണം കർത്താവ് ഏറ്റെടുത്തു. അത് മാത്രമാണ്, യാക്കോബ് ഒറ്റയ്ക്കായി. ദൈവം യാക്കോബിനെ തൊട്ടു, ശരിക്കും തൊട്ടു. രൂപാന്തരം വരുന്ന പോലെ, വലിയ പരിവർത്തനം ഉണ്ടാകുന്ന പോലെ, വ്യക്തിത്വത്തിന്, സ്വഭാവത്തിന്, തന്റെ പേഴ്സണാലിറ്റിക്ക് ഒരു വലിയ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകുന്ന പോലെ ദൈവം യാക്കോബിന്റെ ഇന്നലകളുടെ ജീവിതത്തിന്റെ അല്ലെങ്കിൽ തന്റെ പഴയകാല ജീവിത പശ്ചാത്തലത്തിന്റെ എല്ലാ പുറന്തോടുകളും ദൈവം പൊളിച്ചു കളഞ്ഞു. അവിടെ വെച്ച് ദൈവം വീണ്ടും പേര് ചോദിച്ചു. തന്റെ യഥാർത്ഥ പേര് ഏറ്റുപറയും. പ്രിയമുള്ളവരെ, ഏറ്റുപറയുന്ന ഒരു വിടുതലാണ്. തൻ യാക്കോബ് എന്ന് താൻ സ്വയം സമ്മതിച്ചു. അവിടെ വെച്ച് ഒരു പുതിയ ഇസ്രായേൽ ഉണ്ടാകുകയായിരുന്നു. ഇസ്രായേലിനെ സൃഷ്ടിക്കുമായിരുന്നു, ഒരു രാജ്യത്തെ നിർമ്മിക്കുമായിരുന്നു, ഒരു രാഷ്ട്രത്തെ പുറത്തെടുക്കുകയായിരുന്നു. എന്തു വലിയ ട്രാൻസിഷൻ, എന്തു വലിയ ട്രാൻസ്ഫോർമേഷൻ അവിടെ സംഭവിക്കുന്നത്. ഇതൊരു പാഠശാലയാണ്. ഞാൻ ഇങ്ങനെ അവസാനിപ്പിക്കാം. നമ്മൾ ഇതുപോലെ ന്യായപ്രമാണത്തിന്റെ വലിയൊരു ചട്ടവും കൽപ്പനയും വിധികളും നിയമങ്ങളും തന്ന് അപ്രകാരം ഒരു പാഠശാലയിൽ നമ്മെ പഠിപ്പിക്കുവാൻ, പരിശീലിപ്പിക്കുവാൻ ന്യായപ്രമാണം എന്ന ശിശുപാലകന്റെ അടുക്കൽ നമ്മെ അയച്ചതാണ്. അവിടെ നാം ആയിരിക്കുമ്പോഴാണ് കർത്താവ് നൽകിയ രക്ഷയുടെ മഹത്വം നാം അറിയുന്നത്. ന്യായപ്രമാണം ഒരു ഗുരുവായിരുന്നു എന്നാണ് ഗലാത്യ ലേഖനത്തിൽ പറയുന്നത്. ലോ വാസ് എ ടീച്ചർ. പക്ഷേ ഈ അധ്യാപകൻ വളരെ കഠിനനാണ് എന്നൊരു ദോഷം അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹത്തിന്റെ സ്റ്റാൻഡേർഡ് വളരെ വലുതാണ്. ആ പാഠശാലയിൽ പഠിച്ച് ജയിച്ചവരാരുമില്ല. റോമാലേഖനം 7:16 പറയുന്നു ന്യായപ്രമാണം നല്ലതാണ്. 7:12 പറയുന്നു ന്യായപ്രമാണം വിശുദ്ധമാണ്. 7:14 പറയുന്നു ന്യായപ്രമാണം ആത്മീയമാണ്. നോക്കണം, ന്യായപ്രമാണം നല്ലതാണ്, വിശുദ്ധമാണ്, ആത്മീയമാണ്. പ്രമാണത്തിനോ അതിൽ എഴുതിയിരിക്കുന്ന നിയമത്തിനോ യാതൊരു തെറ്റുമില്ല. അതിന്റെ സ്റ്റാൻഡേർഡ് എപ്പോഴും വളരെ ഹൈ ആണ്. ലോ ഈസ് സ്പിരിച്വൽ, ഹോളി ആൻഡ് ഗുഡ്, ബട്ട് ഇറ്റ് ഈസ് എ വെരി ഹാർഡ് ടീച്ചർ. പഠിച്ച് ജയിക്കുവാൻ അല്പം പ്രയാസമാണ്. എന്നാൽ ഞാൻ വളർന്നു കഴിഞ്ഞപ്പോൾ എന്റെ അധ്യാപകന്മാർ, മറ്റൊരു ടീച്ചർ എന്നെ പഠിപ്പിക്കാൻ വന്നു. അപ്പോൾ എനിക്ക് വളരെ സന്തോഷമായി. ന്യായപ്രമാണം നമ്മളെ ക്രിസ്തുവിലേക്ക് നയിച്ചതേ ഉള്ളൂ. എന്നാൽ ദൈവകൃപ എന്ന അധ്യാപകൻ അനുഗ്രഹിക്കപ്പെട്ട ഒരു നല്ല അധ്യാപകനാണ്. പഠിച്ചു ജയിക്കുവാൻ വളരെ എളുപ്പമാണ്. കർത്താവ് പറഞ്ഞു, എന്റെ നുകമേറ്റ് എന്നോട് പഠിപ്പി. ഇവിടെ എന്താണ് ദൈവകൃപ എന്ന അധ്യാപകന്റെ പ്രത്യേകത? എനിക്കും നിങ്ങൾക്കും എന്ത് ചെയ്യുവാൻ കഴിയും എന്ന് പഠിപ്പിക്കുന്നതല്ല ദൈവകൃപ എന്ന അധ്യാപകന്റെ പ്രത്യേകത. മറിച്ച് ഞാൻ എന്ത് ചെയ്യണം എന്ന് എന്നെ പഠിപ്പിക്കുന്നതാണ്. നോട്ട് വാട്ട് ഐ ആം ഏബിൾ ടു ഡു, ബട്ട് വാട്ട് ഐ ഓട്ട് ടു ഡു. ന്യായപ്രമാണം ഏകദേശം അത് തന്നെയാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ന്യായപ്രമാണം എന്ന അധ്യാപകനും ദൈവകൃപ എന്ന അധ്യാപകനും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ, ഈ അധ്യാപകൻ എന്നോട് ചേർന്ന് നിന്ന് എന്നെ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനാണ്. അവിടെ എന്നെ ഈ അധ്യാപകൻ പരിശീലിപ്പിക്കുന്നു, സഹായിക്കുന്നു, സ്നേഹിക്കുന്നു. ഇവിടെയും നാം പഠിക്കുന്നത് നമ്മുടെ വർത്തമാനകാല ജീവിതത്തിൽ ദൈവകൃപ നമ്മെ ശിക്ഷിച്ചു വളർത്തുന്നു. അത് പ്രമാണം കൊണ്ടുള്ള ശിക്ഷണ നടപടികളല്ല. തുടരരുത്, കുടിക്കരുത്, പോകരുത്, രുചിക്കരുത് എന്നിങ്ങനെ ന്യായപ്രമാണം കൊണ്ടുള്ള ശിക്ഷണമുണ്ട്. എന്നാൽ കൃപ എന്ന അധ്യാപകൻ നമ്മെ പരിശീലിപ്പിക്കുന്ന മറ്റൊരു ശൈലിയിൽ കൂടിയാണ്. അത് നമ്മെ നിർബന്ധിക്കുന്നത് കൽപ്പനകളിലൂടെയല്ല, സ്നേഹത്തിൽ നിന്നും ദൈവത്തോടുള്ള നന്ദിയായി, ബഹുമാനമായി, ആദരവായിട്ടാണ് ആ സ്നേഹം എന്നെ ശക്തീകരിക്കുന്നത്, നിർബന്ധിക്കുന്നത്. അവിടെയാണ് യോസേഫിനെ പൊത്തിഫറിന്റെ വീട്ടിൽ തന്റെ ഭാര്യ പാപത്തിലേക്ക് നയിക്കുവാൻ ആകർഷിച്ചപ്പോൾ നോ എന്ന് പറയും. ഞാൻ ദൈവത്തോട് എങ്ങനെ പാപം ചെയ്യും എന്ന് അവിടെ തന്റെ ദൈവത്തെ വെളിപ്പെടുത്തുവാൻ യോസേഫിന് ഇടയായി തീർന്നത് ദൈവത്തോടുള്ള തന്റെ സ്നേഹത്തിലുള്ള ഒരു ദൈവിക ഇടപെടലാണ്. എന്താണ് ആ സഹോദരി പറഞ്ഞത്? ഇവിടെ നമ്മളെ കാണുന്ന ആരും ഇവിടെ ഇല്ല. ഇപ്പോൾ എല്ലാ സാഹചര്യവും നമുക്ക് അനുകൂലമാണ്. എല്ലാ സാഹചര്യവും അനുകൂലമാണെന്ന് പോത്തിഫറിന്റെ ഭാര്യ ജോസഫിനോട് പറഞ്ഞപ്പോൾ ഇറങ്ങി ഓടുവാൻ ഏതെങ്കിലും തനിക്ക് അനുകൂലമായ വാതിൽ എവിടെയെങ്കിലും തുറന്നു കിടക്കുന്നുണ്ടോ എന്നാണ് ജോസഫ് നോക്കിയത്. എപ്പോഴും ഒരു വാതിൽ തുറന്നു കിടക്കും. എനിക്കങ്ങനെ സംഭവിച്ചു പോയി, ഞാൻ വീണുപോയി, ഞാൻ അറിഞ്ഞില്ല, അറിയാതെ സംഭവിച്ചു, തെറ്റുപറ്റി, അബദ്ധം പറ്റി, എന്താണെന്ന് അറിഞ്ഞില്ല, ആ സമയത്ത് ഞാൻ എങ്ങനെ പരീക്ഷിക്കപ്പെട്ടു എന്ന് പറയുവാൻ ഒരവസരവും നമ്മൾക്കുണ്ടാകത്തില്ല. ഏതെങ്കിലും ഒരു വാതിൽ പ്രിയമുള്ളവരെ തുറന്നു കിടക്കും. യോസേഫ് ആ സഹോദരിയോട് തിരിച്ചു പറഞ്ഞത്, നിങ്ങൾ പറഞ്ഞതെല്ലാം ശരിയാണ്, നമ്മളെ കാണുന്ന ആരും അറിയുന്ന ആരും ഇവിടെ ഇല്ലെന്നേ ഉള്ളൂ. പക്ഷെ എന്നെ കാണുന്ന 2 കണ്ണ് സ്വർഗത്തിലുണ്ട്. അതുകൊണ്ട് എനിക്ക് പാപം ചെയ്യാൻ കഴിയത്തില്ല. എന്താണ് ദൈവകൃപയുടെ പരിശീലനം? എങ്ങനെയുണ്ട് ദൈവകൃപയുടെ ശിക്ഷണം? പരീക്ഷിക്കപ്പെടുന്ന പ്രതികൂലമായ എന്റെ നിങ്ങളുടെ വിശ്വാസത്തിന്റെ മാറ്റുരച്ചു നോക്കുന്ന പരിശോധനയുടെ വേളകളിൽ പിടിച്ചു നിൽക്കുവാൻ ഒട്ടും പ്രാപ്തി ഉണ്ടാകാത്ത സമയത്തിൽ പോലും പ്രിയമുള്ളവരെ കൃപ നിങ്ങളെ ശക്തീകരിക്കും. അതാണ് പുതിയ നിയമത്തിലെല്ലാം, ഗിരിപ്രഭാഷണത്തിലെല്ലാം പറയുന്നത്. ഈ കൃപ നിങ്ങളെ ഭാഗ്യാവസ്ഥയിലേക്ക്, ടു ബി എ ബ്ലെസ്സിംഗ്, ടു ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്, ടു ബി ദ സാൾട്ട് ഓഫ് ദ എർത്ത്. ഇത് നമ്മെ കുറിച്ച് മാത്രം പറയുന്നതാണ്.
ഈ ലോകം ഒരു ദുഷ്ടലോകമാണ്. ഇറ്റ് ഈസ് ആൻ ഈവിൾ വേൾഡ്. ഇവിടെ ദൈവകൃപയുടെ വ്യക്താക്കളായ നാം അശുദ്ധിയും ദോഷവും വഞ്ചനയും പാപമുള്ള ഈ ലോകത്തിൽ രക്ഷിക്കപ്പെട്ട നാം ഒരു അനുഗ്രഹമായി തീരുവാൻ, വെളിച്ചമായി തീരുവാൻ, ഉപ്പായി തീരുവാൻ, ദൈവകൃപയുടെ ധന്യതയും മഹത്വവും അതിന്റെ മഹിമയും ലോകത്തിൽ വെളിപ്പെടുത്തുവാൻ നമ്മെ അല്ലാതെ മറ്റാരെയാണ് കർത്താവ് കണ്ടിരിക്കുന്നത്? ആ കൃപയുടെ ഒരു ശക്തി, ഒഴുക്ക്, പ്രവാഹം, ജീവൻ നമ്മളിൽ കൂടി വെളിപ്പെട്ടു വരട്ടെ. അതാണ് ഇന്നത്തെ പ്രാർത്ഥന. പ്രിയമുള്ളവരെ, അപ്രകാരം കൃപയുടെ സഹകാരികളായി കൃപയുടെ ഒരു കവിഞ്ഞൊഴുക്ക് നമ്മുടെ ലൈഫിൽ അനുദിനം വെളിപ്പെടുത്തുവാൻ, ഈ കൃപയുടെ ആനന്ദത്തിൽ, സന്തോഷത്തിൽ, സമൃദ്ധി, ജയത്തിൽ ജീവിക്കുവാൻ സർവശക്തൻ ഏവർക്ക് കൃപ നൽകട്ടെ. ദൈവകൃപ നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. ഗോഡ് ബ്ലെസ്.